നന്ദൂസേ ഇനി വന്നേ. എവിടെ? അച്ചാമ്മയെ പോയി കഴിക്കാൻ വിളിച്ചേ. അമ്മ വിളിക്കണം പറഞ്ഞാൽ മതി. അച്ഛാമ്മ കഴിക്കാൻ പോ. അമ്മ വിളിക്കും. അമ്മ വിളിക്കണ? ഓ നിന്റെ വീട്ടിൽ ഞാൻ വരില്ല. അമ്മ വിളിക്കണ്. നിന്റെ വീട്ടിൽ ഞാൻ വരില്ല. അമ്മ വിളിക്കണ്, കഴിക്കാൻ വിളിക്കണ്. കഴിക്കാൻ എനിക്ക് പോയി ഇറങ്ങും. ഞാൻ ഇറങ്ങാം. ഞാൻ ഇറങ്ങാം. അങ്ങ് ഒന്ന് പോകാം. അങ്ങ് പോകാം. കൊന്നാലും വരില്ല, കൊല്ലാൻ നേരത്ത് വരില്ല. ഞാൻ വരില്ല. ഓ വന്നില്ലേ? ഇവിടെ വരണ്ട, അമ്മേടെ വീട്ടിൽ വരണ്ട. തന്നെ ദേഷ്യത്തിൽ അമ്മ പോവാ. ഞാനും കൂടെ വരാം. നീ വരണ്ട, ചിലപ്പോ ദേഷ്യപ്പെട്ടാലാ അമ്മ. ആ ശരി, അച്ഛന് കേറിക്കൊടു, നന്നായിരിക്കും. ഇന്ന് അമ്മ ഇച്ചിരി സീനാണ് കേട്ടാ. അമ്മ ഇന്നല്ല, ആക്ച്വലി സീന് തുടങ്ങിയത് കുറച്ച് ദിവസമായി. അതായത് കറക്റ്റ് പറഞ്ഞാല് അമ്മയുടെ വീട് വൃത്തിയാക്കാനായിട്ട് കുറച്ച് പരിപാടികൾ അതിനകത്ത് വേണ്ടി വന്നു. ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പം മേശിരി പണി അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പൊ അതിന് അവര് കയറി, പിന്നെ അതിന്റെ കൂടെ കുഞ്ഞുങ്ങൾ കയറി, ചേട്ടൻ കയറി. ചേട്ടൻ കയറുമ്പോ സ്വാഭാവികമായിട്ടും പിള്ളേരും പിറകെ കയറും. അപ്പൊ ഇതൊക്കെ കയറി അന്നോട്ട് അമ്മ ആകെ ഭയങ്കര ദേഷ്യമായിരുന്നു. അപ്പൊ എപ്പോഴും എന്നോടൊന്ന് ചോദിക്കും, എന്തിനാ പെണ്ണെ എന്റെ വീടിനകത്ത് അവരൊക്കെ കയറിയെന്നൊക്കെ ചോദിക്കുമായിരുന്നു. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ കയറുന്നൊന്നും ഇഷ്ടമേ അല്ല. അങ്ങനത്തെ ഒരു ഇതാ. ചേട്ടൻ ഉണ്ടെങ്കിൽ മാത്രമേ കുഞ്ഞുങ്ങൾ അതിനകത്ത് കയറുള്ളൂ. ഞാൻ പോലും ചേട്ടൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇച്ചിരി ഫ്രീ ആയിട്ട് കയറുള്ളൂ. അപ്പൊ അതിന്റെ അന്ന് തൊട്ട് അമ്മ ഇങ്ങനെയാണ്. ഇപ്പൊ 2-3 ദിവസം കഴിഞ്ഞിട്ട് പോലും ആ ഒരു ദേഷ്യം മാറണില്ല. അപ്പൊ ഇന്നെന്തോ സ്വാഭാവികമായിട്ട് പെട്ടെന്ന് ദേഷ്യം വന്ന് പോയി കിടക്കുകയാണ്. ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഉച്ചവരെ. എന്നോട് നല്ലൊരു കാര്യത്തൊക്കെ പറഞ്ഞിരുന്നതാ. പക്ഷെ വൈകുന്നേരം തൊട്ട് സീനായി. അപ്പൊ ഇനിയിപ്പോ നന്ദപ്പം പോയി വിളിച്ചപ്പോ വന്നില്ലേ, ഇനി ഞാൻ പോയി വിളിക്കുമ്പോൾ റെസ്പോൺസ് എങ്ങനെ നോക്കാം. ഇത് അമ്മയുടെ ചോറാ. അപ്പൊ ഞാൻ ഇനിയിപ്പോ കൊണ്ടു കൊടുക്കാൻ പോവാണ്. നോക്കാം നമുക്ക്. ഓ ആ ശരി, മക്കള് പോയി ചെയ്യും. മക്കൾ കുഞ്ഞു ചെല്ല്, പാട്ടിട്ട് ചെയ്യും. ചേട്ടൻ ചെല്ല്. നെയ്, എന്താണ് പുതിയ പ്രശ്നം? എന്താണ്? പുതിയ പ്രശ്നം എനിക്ക് വയ്യ. എന്ത് വയ്യാത്ത? നിങ്ങളോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് കൊച്ചുങ്ങൾ വന്ന് വിളിക്കുമ്പോ ദേഷ്യപ്പെടരുത്, കൊച്ചുങ്ങളെ പേടിച്ചോന്ന് പറഞ്ഞിട്ടില്ലേ? എന്തിനു കൊച്ചുങ്ങളെ പേടിപ്പിക്കണേ? അവർ ചോറ് കഴിക്കാനല്ലേ ഒന്ന് വിളിച്ചത്? അല്ലേ? ചോറ് കഴിക്കാനല്ലേ വിളിച്ചത്? ഓ അറിഞ്ഞില്ല. ഇനിയിപ്പം പ്രശ്നമൊക്കെ പിന്നെ പരിഹരിക്കാം. ആദ്യം വേണിച്ച് ചോറ് തന്നെ. നീ അല്ലാതെ വേറെ ആരും എനിക്ക് ഇതിനകത്ത് കാരണമായിരിക്കും. അപ്പൊ പിന്നെ എന്തെങ്കിലും ഒരു ആവശ്യം വന്ന ആ കൊച്ചുങ്ങൾ കേറണ്ടേ ഇതിനകത്ത്? എനിക്ക് പിടിക്കൂലേ. ഇനിയിപ്പൊ നമുക്കത് പിന്നെ പിടിക്കാതെ എനിക്ക് ചോറ് കഴിക്കാം. ഇപ്പൊ ഞാൻ തന്നാ ചോറ് കഴിക്കോ? നിങ്ങൾ അപ്പൊ പിന്നെ അവിടെ ഇരിക്കും. വാ ചോറ് കഴിക്കും. വാ. ഇതിന് കഴിക്കാം അങ്ങോട്ട്. പട്ടിണി അടക്കേണ്ടി വരുവേ. മരുന്ന്
കഴിക്കേണ്ടതാണേ കേട്ടാ. എന്നും ഇതുപോലെ കൊണ്ടുവരാൻ ഞാൻ ഉണ്ടെന്നില്ല, മനസ്സിലായാ? പിള്ളേരൊക്കെ വന്ന് വിളിക്കുമ്പോ വന്ന് ആഹാരം വാങ്ങിച്ച് കഴിച്ചോളണം കേട്ടാ. ഇപ്പോഴേ ഇപ്പൊ ഈ വീടിനകം എന്ത് വൃത്തിയായി. ഇത്രയും വൃത്തിയാക്കാനല്ലേ നിങ്ങളെ മോനും പറഞ്ഞുള്ളൂ. ഇതിപ്പോ വേണ്ടോ ഈ സാധനങ്ങളൊക്കെ വാരി പറക്കി കളഞ്ഞ് ഇവിടെ അടുക്കി വെച്ച് നാക്രിയൊക്കെ പറക്കി കളഞ്ഞ് ഇവിടെ എല്ലാം കത്തിച്ച് പറക്കിയപ്പോ നല്ല വൃത്തിയായില്ലേ? ഇപ്പൊ നല്ല വെട്ടവും വെളിച്ചം ഇല്ലേ? ഇല്ലേ? വൃത്തിയില്ലേ? അപ്പൊ പിന്നെ ഇതിനല്ലേ ഞങ്ങൾ ഇതിനകത്ത് ആള് കയറിയത്. തന്നെ നിങ്ങൾ ഇങ്ങനെ ദേഷ്യം കാണിച്ചോണ്ടിരുന്നാ ഇനി ആരും കേറൂല കേട്ടാ. ഇനി ആരും കേറൂല, പിള്ളേരും വലുതും ആരും കേറൂല. ഞാൻ മാത്രമേ കയറുള്ളൂ. ഞാനോ അല്ലെങ്കിൽ നിങ്ങളെ മോനോ മാത്രമേ കയറുള്ളൂ കേട്ടാ. രണ്ടുപേരും വേറെ ആരും കയറ്റൂല കേട്ടാ. നാളെ രാവിലെ ചോറൊക്കെ കഴിച്ച് ഗുളിയൊക്കെ കഴിച്ചിട്ട് നാളെ രാവിലെ ആരോഗ്യത്തോടെ എണീച്ച് വരണം കേട്ടാ. കേട്ടാ, ചോറൊക്കെ തിന്നിട്ട് രാവിലെ എണീച്ച് വരണോന്ന് കേട്ടാ. കറി കൊള്ളാമോ? കറി കൊള്ളാമോ? അച്ചാർ കൊള്ളാമോ? ഇന്ന് മീനില്ല. പണ്ട് ചേട്ടൻ പറയുമായിരുന്നു അമ്മയ്ക്ക്, ഞാൻ പിന്നും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും, അമ്മയ്ക്ക് മീൻകറി തന്നെ വേണം, മീൻ നോണില്ലാതെ അമ്മ ഫുഡ് കഴിക്കൂലാന്ന്. എന്റെ പള്ളി, ഞാൻ വന്നിട്ട് അമ്മയ്ക്ക് ആഹാരം വെച്ചു കൊടുക്കുമ്പോ അമ്മ പറയും എന്ത് കിട്ടിയാലും മതിയെന്ന്. അതുകൊണ്ടാ പച്ചക്കറി മതി എന്ന് പറഞ്ഞ. നല്ല രുചിയുണ്ടാ? അത് പച്ചക്കറിയൊന്നും അമ്മ രുചിക്ക് കഴിച്ചിട്ടില്ല. അമ്മ ആകെ കഴിച്ചിട്ടുള്ള മരിച്ചീനി മീനും. പിന്നെ പച്ചക്കറിയൊക്കെ വെച്ച് കൊടുത്തപ്പോഴത്തേക്കും കൊള്ളാം, ഇഷ്ടപ്പെട്ടു. അതിനുശേഷം എന്ത് പച്ചക്കറി വെച്ച് കൊടുത്താലും കഴിക്കും, എന്ത് വെച്ച് കൊടുത്താലും കഴിക്കും. ഞാൻ പോട്ടാ. കഴിച്ചിട്ട് കൈ എഴുവിട്ടങ്ങ് വാ കേട്ടാ. ഗുളി തരാം. മണ്ടേ കയറും. ഇപ്പൊ ഒരു പ്രശ്നമുണ്ട്, പതുക്കെ കഴിക്കണേ, മണ്ടേ കയറും. ഇപ്പൊ കുറച്ച് ദിവസമായിട്ടുള്ള ഒരു പ്രോബ്ലം എന്താന്ന് വെച്ചാല് എന്ത് ഫുഡ് കഴിച്ചാലും മണ്ടേ കയറുന്നുണ്ട്. അത് മോസ്റ്റ് റീസൺ നോക്കിയാൽ മനസ്സിലാവും. അമ്മ ഫുഡ് ചവച്ച് കഴിക്കൂല, ഫുഡ് വാരി വായ്ക്കകത്ത് വെക്കുന്നു, വിഴുങ്ങുന്നു. അതായത് ചവയ്ക്കില്ല, വായ്ക്കകത്ത് വെക്കുന്നു, വിഴുങ്ങുന്നു. ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ ഒരു കുറച്ച് നാളായിട്ട് ഫുഡ് കഴിച്ച് മണ്ടയിൽ കയറ്റി കണ്ണൊക്കെ മേളിലോട്ടായി ആകെ മൊത്തത്തിൽ സീനാവുകയാണ്. അപ്പൊ ചേട്ടനാണെങ്കിൽ കുറുക്കിൽ അടിച്ചിട്ടൊക്കെ നോർമൽ ആക്കാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് അങ്ങനെ അടിക്കാൻ ഒരു ചെറിയ പേടി, അതുകൊണ്ട് എനിക്ക് തട്ടാനും പേടി. പക്ഷെ ഈ മണ്ടേ കയറുന്ന സമയത്ത് വെപ്രാളപ്പെട്ട് ഈ പറമ്പ് മുഴുവൻ കിടന്ന് ഓടി പിടച്ച് വെള്ളം കുടിച്ച് അതും കയറി ആകെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഫുഡ് കഴിക്കുമ്പോൾ. അതുകൊണ്ട് എനിക്കിപ്പോ പേടിയാ. ഞാൻ ഫുഡ് കഴിപ്പിക്കുമ്പോൾ പുറകെ നടന്ന് ഇങ്ങനെ പതുക്കെ കഴിക്കണേന്ന് പറയുകയും ചെയ്യും, വെള്ളവും കൊടുക്കില്ല. എനിക്ക് പേടിയാ. എന്ന് വെച്ചാൽ മണ്ടേ കയറ്റിട്ട് നിങ്ങൾ പറഞ്ഞാൽ എങ്ങനെയാന്ന് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കണ്ണൊക്കെ മേളിലോട്ടായി ആകെ സീനാവും. നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. അതായത് ആ ചോറാണ് ഈ കഴിക്കുന്ന ആ സ്പീഡും ചവയ്ക്കുന്ന രീതിയും കണ്ട. വായ്ക്കകത്ത് വെക്കുന്നു, വിഴുങ്ങുന്നു, ചവപ്പില്ല. വെപ്രാളം അമ്മയ്ക്ക്. ഇപ്പൊ എന്താണെന്ന് അറിയത്തില്ല, കുറച്ച് ദിവസമായിട്ട് ഈ ആഹാരം കിട്ടിയാലും വെപ്രാളപ്പെട്ട് ആക്രാന്തത്തോടെ കഴിക്കുന്നു പറയില്ല, അതുപോലെ വെപ്രാളപ്പെട്ടാൻ കഴിച്ചു തീർക്കും. ഇതിപ്പോ എന്തായാലും നമുക്ക് ഡോക്ടറെ കാണിച്ചേ പറ്റുള്ളൂ. കാര്യം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മണ്ടേ കയറുന്നത് നല്ലതല്ല ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഏത് ഡോക്ടറെ കാണിക്കണമെന്ന് എനിക്കറിയത്തില്ല. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് കമന്റ് ചെയ്തേക്കണേ. എന്തായാലും കാണിക്കണം. അമ്മ ഒന്ന് സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുവാണ്. സ്റ്റേബിൾ ആയതിനു ശേഷം കൊണ്ടുവന്ന് കാണിക്കണം. ഇപ്പം കാണിക്കാൻ പറ്റിയൊരു ഭാഗത്തിനല്ല പൊക്കോണ്ടിരിക്കണം, കഴിഞ്ഞിട്ട് കാണിക്കണം. അപ്പൊ ഞങ്ങൾ പോട്ടാ, ജോലിയുണ്ട്. ഗുളി തന്നെ പറയേ. പ്രശ്നമൊക്കെ തീർന്നാ? പോയി കിടക്കട്ടാ. പോയി കിടക്കി. രാവിലെ എണീച്ച് വരണേ. കാലത്ത് അയച്ചു വരാം.